ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കണേ. പോവാണ് ചേച്ചി. എന്റെ പൊന്നളിയാ. സാറേ ഒരു 5 രൂപ. 5 രൂപ. 5 രൂപയോ? വേണമെങ്കിലേ ഒരു സിഗരറ്റ് തരാം. സാറേ ഒരു 2 രൂപ തരുമോ? കേട്ടാ അയാളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. CID മാർ പല വേഷത്തിലും വരും. ഇത് കേട്ടോ, CID ആണ് പോലും. നിനക്കേ വട്ട. CID. ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ്, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണം. തന്നിരിക്കുന്നു, ചോദിച്ചോളൂ. അതെ, ഈ ഹെഡ് കോൺസ്റ്റബിൾ അനന്തമ്പിള്ളയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇത് തന്നെയല്ലേ? അതെ. താങ്ക് യു. നിങ്ങൾ ആരാ? സോറി, അപരിചിതരോട് ഞാൻ എന്റെ പേര് പറയാറില്ല. അല്ല, അനന്തമ്പിള്ളയുടെ ആരാ? ആരുമല്ല. പിന്നെ ഇവിടെ എന്താ പരിപാടി? സോറി, അത് പ്രൊഫഷണൽ സീക്രട്ടാ. എന്നാ പൊക്കോളൂ. ഒക്കെ ശരിയായി കഴിഞ്ഞാൽ ഞാൻ ബോസിനെ വിളിച്ചോളാമെന്ന് പറഞ്ഞേക്കും. വേറൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓട്ടോ വിട്ടോ. ഇനി കുറച്ചു ദിവസം എനിക്ക് വേണ്ടി ഓടേണ്ടി വരും. ഇവിടെ അയാളാരാ? ഡിറ്റക്റ്റീവാ. അയാളുടെ പേരെന്താ? വർഗീസ് വളവിൽ. ക്രൈംബ്രാഞ്ചിൽ നിന്നായിരിക്കും. ഇനി നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. പേരെന്താന്ന് പറഞ്ഞ? ഐ ആം വർഗീസ് വളവിൽ. കേട്ടിട്ടില്ലേ? മോഷണവുമായിട്ട് ബന്ധപ്പെട്ട വല്ല പരിപാടിയാണോ? സോറി, ഞാൻ ഇംഗ്ലീഷ് നോവലുകളിൽ നിന്നും മോഷണം നടത്തിയാണ് നോവലുകൾ എഴുതുന്നതെന്ന് എന്റെ ശത്രുക്കൾ അസൂയ കൊണ്ട് പറയുന്നതാണ്. അതെ, ഈ മൺകലം വാരികയിലും മറ്റും ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന വർഗീസ് വളവിലാണോ? എക്സാക്ട്ലി, ആ വളവിൽ തന്നെയാണ് ഈ വളവിൽ. ഈ വളവിലിരിക്കാൻ കാരണം എന്താ? വളവിൽ വീട്ടുപേരാണ്. നാടോ? ഇടുക്കിയില്ല. ഇങ്ങോട്ട് വന്നെന്തിനാ? അതെ, ഈ പുറത്തു നിന്നുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം. അതാ കാര്യം. അതിന് പറ്റിയ 2 സ്ഥലമുണ്ട്. എവിടെ? ഊളംപാറയും കുതിരവട്ടവും. ചേട്ടന്റെ ഈ രൂപം കണ്ട തമാശ പറയുമെന്ന് തോന്നുകയില്ല. ചേട്ടൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? അതിന് രാത്രിയാണ്ടേ. ഹെഡ് കോൺസ്റ്റബിൾ അനന്തമ്പിള്ള ചേട്ടനല്ലേ? അതെ, എന്റെ ചേട്ടനാ. മകളാ? ചേട്ടന്റെ മോളാ. വാടകയ്ക്ക് താമസിക്കാൻ വരുമെന്ന് പറഞ്ഞ ആള് അത് ഞാനാ, എന്റെ ചേട്ടനല്ല. അടിയേ, നിന്റെ നാട്ടുകാരനടുത്ത് വന്ന് നിൽക്കുന്നു. വല്ല മുഖപരിചയം ഉണ്ടോ നോക്കിയേ. കട്ടപ്പനയിൽ എവിടെയാ? കട്ടപ്പന ഇടുക്കിയില്ല. അവിടെയൊക്കെ എന്നാ പറയും? അവിടെയൊക്കെ പറയുന്നത് മലയാളമാ. അതല്ലേ ചോദിച്ചേ, വീട്ടും പേരെന്നതാണ്? ഇടുക്കിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയിലെ വളവില. വളവിൽ. പേരെന്നതാ? വർഗീസ്. എഴുത്തുകാരനാ. ആധാരം എഴുത്തായിരിക്കും. അല്ല, നോവലിസ്റ്റാ. കേരളത്തിൽ മാത്രമല്ല, കോട്ടയത്തും എല്ലാരും എന്നെ അറിയും. മോളെ നമ്മോട് പറ. ചേട്ടത്തിയുടെ പേരെന്താ? കൊച്ചുറേസ്യ. എന്റെ കെട്ടിയോളാ. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നാട്ടുകാരനാണെന്ന് ഞാൻ നോക്കിയില്ല. അയ്യോ ചേട്ടത്തി, നിങ്ങൾ 2 ജാതിന്ന് പരസ്പരം പ്രേമിച്ച് കല്യാണം കഴിച്ചാണെന്ന് ചോദിച്ചതാ. അതാണോ? അത് ഞാനോട് ചോദിക്കുന്നേ. ഈ അപകടം എങ്ങനെ പറ്റി? അതെ, ഒരു പൂർവകാല ചരിത്രമാ. ചേട്ടന് കറക്റ്റ് മാച്ചാ. മുറി കാണണ്ടേ? അവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. അപ്പൊ എനിക്ക് വല്ലതും പറയാനൊരു കൂട്ടായി. ഇരിയേണ്ട കാര്യം പറ്റുമെന്ന് നോക്കിക്കോളൂ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇതുപോലൊരു സ്ഥലം തന്നെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. ഏകാന്തമായിരുന്നു എഴുതാൻ ഭാർഗവി നിലയം പോലെ മനോഹരമായ ഒരു കൊച്ചു വീട്. ഭാർഗവി നിലയോ? അതെ, ഞാൻ അങ്ങനെയാണ് പറയാറ്. ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. ഒക്കെ അടിച്ചു വൃത്തിയാക്കണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നതാ. വേണ്ട വേണ്ട, ഈ മാറാലകൾ ഇങ്ങനെ എന്നെ കിടന്നോട്ടെ. എന്റെ പുതിയ നോവൽ ആരംഭിക്കുന്നത് ഈ മാറാലകളിൽ നിന്നാണ്. മാറാലയിൽ നിന്നോ? അതെ, ചിലന്തി വലകളെ ടാറ്റ എന്നാണ് എന്റെ പുതിയ നോവലിന് ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നത്. സോറി. അനന്തപിള്ള സാറ്?
ഭരതനും ഒരുമിച്ച് പുറത്തു പോയിരിക്കുക. ആരാണ് ഭരതൻ? കൊച്ചച്ഛന്റെ മോനാ. ഓ അപ്പോ ഞാൻ ഇന്ന് തന്നെ താമസം തുടങ്ങുകയാണ്. പ്രതിഷേധ പ്രകടനം നടത്തിയവരൊക്കെ ഇപ്പൊ എവിടെ? ഒരാഴ്ചയെ കൂടുതൽ ഒന്നിന്റെ പുറകെ നടക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. സുലൈമാൻ മുതലാളി ഒരു പാറയാ. വെറുതെ നമ്മുടെ തല അതിൽ കൊണ്ട് അടിച്ച് പൊട്ടിക്കണോ? നമ്മൾ പോയാൽ നമ്മുടെ കുടുംബത്തിന് പോയി, അല്ലാതെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ചേട്ടനത് മനസ്സിലാക്കണം. മനസാക്ഷി സമ്മതിക്കുന്നില്ല മാത്തുണ്ണി. പട്ടിയെ കൊല്ലുന്ന ഒരുത്തനെ നടുറോട്ടിട്ട് കൊല്ലുന്ന കണ്ടിട്ടും ഇവന്റെയൊക്കെ നക്കാപ്പിച്ചേ മേടിച്ച് കണ്ണടച്ചിട്ടാക്കാനോ? എനിക്ക് പറ്റില്ല. വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അനന്തപിള്ള സാറിനൊന്ന് കാണണം. സാർ ഇവിടെ ഉണ്ട്. ഇവിടെയോ? സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഇത് അനന്തപിള്ള സാറ്. വാട്ട് എ സർപ്രൈസ്! ഒരേ പ്രിന്റിംഗ്. മൈ ഗോഡ്! വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. എന്നുപോലെ താമസം? പ്രാക്ടിക്കലി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. സോറി, അഡ്വാൻസിന്റെ കാര്യം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. സോറി, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ രൂപസാദൃശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡിറ്റക്റ്റീവ് നോവലിന് ഞാൻ രൂപം കൊടുക്കുന്നതിൽ എതിർപ്പില്ലല്ലോ. അത് പേരും നാടൊക്കെ ഞാൻ മാറ്റിക്കോളാം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സോറി, പ്രശ്നം ഉണ്ടാക്കും. എന്റെ ഈ നോവൽ ഡിറ്റക്റ്റീവ് രംഗത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് ഇനിയും കണ്ടുകൊണ്ടേയിരിക്കാം. വരട്ടെ. ഇത് എന്റെ ഏത് ബന്ധുവിന്റെ പരിചയക്കാരനാടോ? ഒരകന്ന ബന്ധുക്കാരന്റെ പരിചയക്കാരനാ. ഇവന് തലയ്ക്ക് അസുഖമുണ്ടോ? ഏയ്, എഴുത്തുകാരനാ. കുഴപ്പമൊന്നുമില്ലെന്നാ അവൻ എഴുതിയിരുന്നത്. വീട്ടിൽ കെട്ടിക്കാറായ ഒരു പെണ്ണുള്ളതാ. വേഷം കിട്ടുമല്ലോ കാണിച്ച് എന്റെ കൈ മേടിക്കുമെന്ന് പറഞ്ഞത്. ചേട്ടന്റെ പേരെന്താ? കൃഷ്ണൻ നായർ. എന്റെ പേര് വർഗീസ്. ഈ മൺകലം വീക്കിലിയിൽ കൊലപാതക ഫീച്ചറുകളും ഡിറ്റക്റ്റീവ് നോവലുകളും എഴുതുന്ന ആളാ. ഗ്രാമത്തെ ഞെട്ടിച്ച ദുരന്തം, ബലിയാടായ ബാലിക തുടങ്ങിയ കൊലപാതക ഫീച്ചറുകളെല്ലാം എഴുതിയത് ഞാനാ. കഴിക്കണോ? അല്ല, കഴിക്കാൻ എന്താ വേണ്ടതാ ഞാൻ ചോദിച്ചത്. എന്ന് തിരിച്ചു കടിക്കാത്ത എന്തും ഞാൻ കഴിക്കും. ഈ പ്രകാശൻ എന്നൊരു പത്രപ്രവർത്തകൻ മരണപ്പെട്ടില്ലേ? അതൊരു കൊലപാതകമാണെന്നും അല്ല അപകട മരണമാണെന്നും നാട്ടുകാർ സംസാരിക്കുന്നുണ്ടല്ലോ. എനിക്ക് അതിനെ കുറിച്ചൊരു ഫീച്ചർ എഴുതിയാൽ കൊള്ളാവുന്നുണ്ട്. പ്രകാശൻ സ്ഥിരമായിട്ട് ഈ കടന്നാ ചായ കുടിച്ചിരുന്നത്. പ്ലീസ്. പറയൂ. പ്രകാശൻ നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാരനായിരുന്നു. മദ്യപിക്കാറുണ്ടായിരുന്നു? ഏയ്, അങ്ങനെ ഒരു ശീലമേ അവനുണ്ടായിരുന്നില്ല. അയാളുടെ ഫാമിലി? പ്രകാശൻ മരിച്ചതിന്റെ പിറ്റേന്ന് രാത്രി കാണാതായതാ. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? പരേതന് ആരൊക്കെ ഉണ്ടായിരുന്നു? ഭാര്യയും കുഞ്ഞും അമ്മയും. വാട്ട് എ ട്രാജഡി. അവരുടെ ഒരു ഫോട്ടോ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശിവരാത്രി ഓണപ്പുറത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിട്ട് ഫോട്ടോ ഇട്ടുണ്ട്. അതെനിക്കൊന്ന് തരാമോ? തരാലോ. താങ്ക് യു. പിന്നെ ചേട്ടന്റെയും ഈ കടയുടെയും ഒരു ഫോട്ടോ വേണം. പ്രകാശൻ ചായ കുടിക്കാറുണ്ടായിരുന്ന കട എന്ന അടിക്കുറിപ്പോടുകൂടി. കവറിൽ വേണ്ട, അകത്ത് എവിടെയെങ്കിലും കൊടുക്കാം. എന്നാ കടിക്കാം. അല്ല, പല അത് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി കൊടുത്തില്ലേ? വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞു. പുതിയ നോവൽ എഴുതാൻ മാറാല വേണത്രേ. അതെന്താ, പേനയില്ലേ? അതല്ല, എഴുതാൻ പോണ നോവലിന്റെ പേര് ചിലന്തി വലകളെ ടാറ്റാന്നാണ് പോലും. സ്വല്പം വട്ടുണ്ടോന്ന് സംശയമുണ്ട്. ഇത്തിരി വട്ടല്ല എഴുത്തുകാർക്കും കാണും. ആ പെണ്ണെന്തിയ ലേശം വെള്ളം ചൂടാക്കാൻ പറ. അച്യുതൻ എങ്ങാണ്ടൊന്നൊരു TV കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നതിൽ സിനിമ ഉണ്ടത്രേ. അത് ശരി. ഇനി ആരുടെ പരാതിയാണാവോ നാളെ സ്റ്റേഷനിൽ വരാൻ പോണത്? കള്ളനെ പോലീസ് പിടിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ആരും അങ്ങനെ തുള്ളണ്ട. ഇത് വെറും സിനിമയല്ലേ കൊച്ചാ? അതെ, വെറും സിനിമയാ. ഇത്രയും കണ്ടാ മതി. പോയിരുന്ന് നാമം ചോദിക്കുവോ? കൊച്ചച്ഛൻ ആ പെട്ടി ഒന്ന് തുറക്കുന്നേ. നീ പോടി ജീവിലെ അവിടെ നിന്ന്. ഹലോ. ഹലോ. അല്ല, നിന്നേ ഒന്ന് പരിചയപ്പെടാനാ. സോറി, വേറൊന്നും തോന്നരുത്. അത് ആരെയും പരിചയപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ എഴുതാനുള്ള എന്റെ സ്വസ്ഥത തകരും. ഈ ആരാധകന്മാരെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ കോണ് ഞാൻ തിരഞ്ഞെടുത്തത്. സോറി, ഈ വളപ്പിൽ പുതുതായി ഒരാൾ വന്ന് താമസിക്കുമ്പോ ഒന്ന് പരിചയപ്പെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വിളിച്ചതാ. ഇറ്റ്സ് ഓക്കെ. പേര്? മൺകലം. മൺകലോ?
മൺകലം, മരം കൊത്തി, മത്താപ്പ് തുടങ്ങിയ സകല വീക്കിലിയല്ലേ എന്റെ പേരുണ്ട്. ക്ഷമിക്കണം, ഞാൻ അതൊന്നും വായിക്കാറില്ല. എന്റെ നട്ടുച്ചയ്ക്ക് സൂര്യനില്ല, പി സിയുടെ പുത്രി, ഒരു ബലാത്സംഗത്തിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയ ഡിറ്റക്റ്റുകളൊന്നും വായിച്ചിട്ടില്ല. ഒന്നും വായിച്ചിട്ടില്ല. വായനശീലം കുറവാണ്. അല്പം കുറവാ. ഈ മാലിന്യങ്ങൾ ഒന്നും വായിക്കാറില്ല. എന്റെ പേര് ഭരതൻ, അച്യുതൻപിള്ളയുടെ മോനാ. ഈ വീക്കിലിയിൽ ഒന്നും നോക്കിയാൽ കാണൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഊതല്ലേ, ചൂടാറും. അച്ഛനില്ലേ? സ്റ്റേഷനിൽ പോയല്ലോ. ഓ സോറി, ഞാനത് ഓർത്തില്ല. പിന്നെ മിസ് ദേവി മൺകലം വായിക്കാറില്ലേ? ഇല്ല, കഴുകാറുണ്ട്. വണ്ടർഫുൾ ജോക്ക്. എനിക്കിങ്ങനെ തമാശ പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും തമാശക്കാരെ ഭയങ്കര ഇഷ്ടാ. അതെയോ? മൈ ഗോഡ്. അതെ, ഈ ജീവിതം എന്ന സാഹചര്യത്തിൽ നമ്മൾ പാവി ചെല്ലുന്നിടത്തൊക്കെ പാരകൾ.